നമസ്തേ. ഓം ശ്രീ വിഷ്ണുമായ സ്വാമിനെ നമ. ശ്രീ വിശ്വനാഥൻ ഗുരുകുലം മായങ്കാവ് ദേവസ്ഥാന കളരി അദ്ദേഹം രചിച്ച ശ്രീമദ് വിഷ്ണുമായ പുണ്യപുരാണം എന്ന ഗ്രന്ഥത്തിലെ അധ്യായം 4 42 ദിനത്തിൽ പാരായണം ചെയ്യുന്നു. വിദ്യാഭ്യാസം. തൻ്റെ ഗുരുവും പിതാവുമായ ഭഗവാൻ ശ്രീ പരമേശ്വരൻ്റെ കാൽപാദത്തിൽ തന്നെ സമർപ്പിച്ചുകൊണ്ട് തൊഴുകൈകളോടെ ഭഗവാന്റെ മുന്നിൽ നിന്നു. അർപ്പണബോധത്തോടും ഗുരുഭക്തിയോടും ഗുരുപാദ സേവ ചെയ്ത് വൈദിക ജ്ഞാനം നാം സമ്പാദിച്ചു. ആദ്യമായി പ്രണവാക്ഷരമന്ത്രമായ ഓംകാര ശബ്ദത്തെക്കുറിച്ചും ലോകരക്ഷാകവച മന്ത്രമായ ഗായത്രിയെക്കുറിച്ചും അതിൻ്റെ നിർവചിക്കാൻ പോലുമാവാത്ത ഗായത്രി മന്ത്ര ശക്തിയെക്കുറിച്ചും പ്രതിപാദിച്ചു. അങ്ങനെ ഉപനയനം കഴിച്ച് പുണ്യനൂലും സ്വീകരിച്ച് വിദ്യാരംഭം കുറിച്ചു. പിന്നീട് പ്രാണനെ കുറിച്ചായിരുന്നു ഭഗവാൻ സ്വാമിക്ക് ഉപദേശിച്ചത്. പഞ്ചപ്രാണങ്ങളായ പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ എന്നിവയെക്കുറിച്ചും പഞ്ചകോശങ്ങളായ അന്നമയകോശം, പ്രാണമയകോശം, മനോമയകോശം, വിജ്ഞാനമയകോശം, ആനന്ദമയകോശം എന്നിവയെക്കുറിച്ചും പിന്നീട് പഞ്ചേന്ദ്രിയങ്ങളായ കണ്ണ്, നാക്ക്, മൂക്ക്, ത്വക്ക്, ചെവി എന്നിവയെയും കർമ്മേന്ദ്രിയങ്ങളെക്കുറിച്ചും പഞ്ചഭൂതങ്ങളായ ആകാശം, ഭൂമി, വായു, അഗ്നി, ജലം എന്നിവയെക്കുറിച്ചും പിന്നെ ശരീരത്തിലെ ഷഡാധാര ചക്രങ്ങളായ ആജ്ഞാചക്രം, വിശുദ്ധിചക്രം, അനാഹതചക്രം, മണിപൂരകം, സ്വാധിഷ്ഠാന ചക്രം, മൂലാധാര ചക്രം എന്നിവയെക്കുറിച്ചും വിവരിച്ചു. കൂടാതെ അഷ്ടാംഗയോഗത്തിലെ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നിവയെക്കുറിച്ചും പിന്നെ ശിക്ഷാശാസ്ത്രവും വ്യാകരണശാസ്ത്രത്തിലെ അഷ്ടധ്യായിയും ധാതുപാഠനവും ഉണാദികോശവും മറ്റും സംബന്ധിച്ച് പഠിച്ചു. നിഘണ്ടു, നിരുക്തം, ഛന്ദശാസ്ത്രം, മനുസ്മൃതി, ഇതിഹാസങ്ങളാകുന്ന രാമായണവും മഹാഭാരതവും പിന്നെ മഹാകാവ്യങ്ങളും 6 ദർശനങ്ങളും 108 കൂടുതൽ ഉപനിഷത്തുകളും പൂർത്തീകരിച്ചു. കൽപ്പശാസ്ത്രങ്ങളും ജ്യോതിശാസ്ത്രവും 4 വേദങ്ങളും ബ്രാഹ്മണങ്ങളും സ്വരം, ശബ്ദം, അർത്ഥം, സംബന്ധക്രിയ, പദനാമധേയങ്ങളും എന്നിവയും പഠിച്ചു. ഇതിനിടയിൽ തന്നെ യോഗ മുതൽ മറ്റ് സർവവിധ ആയോധന കലകളും സംഗീതവും സ്വാമി സ്വായത്തമാക്കി. സർവവിധ പഠനങ്ങളും പൂർത്തീകരിച്ച സ്വാമിയിൽ ശ്രീ പരമേശ്വരൻ സന്തുഷ്ടനായി. ശ്രീ വിഷ്ണുമായ സ്വാമിയെ ഹസ്താലിംഗനം ചെയ്ത് കൊണ്ട് പറഞ്ഞു, ഉണ്ണി, നിന്നിൽ ഞാൻ പരിപൂർണമായി സംതൃപ്തനായിരിക്കുന്നു. ചോദിച്ചുകൊള്ളൂ. ഉണ്ണിക്ക് വേണ്ടവരം എന്തായാലും തന്നെ ആയിക്കൊള്ളട്ടെ, ഞാനത് നൽകിക്കൊള്ളാം. ഇത് കേട്ട ശ്രീ വിഷ്ണുമായ പറഞ്ഞു, ഇനി എനിക്കെന്തിനൊരു വരം? അവിടുന്ന് തന്നെ എന്നിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ മറ്റെന്തു വേണം ഈയുള്ളവന്? ജഗദ്ഗുരു സ്വാമിയുടെ വാക്കോടിൽ അതീവ സന്തുഷ്ടനായ ശ്രീ പരമേശ്വരൻ പറഞ്ഞു, നീ മാതാവിൽ മായാരൂപമായ കൂളിവാകയിൽ നിന്നും പിറവി കൊണ്ടതാണ്. ഗർഭാവസ്ഥയിൽ തന്നെ നീ മായാജാലവിദ്യ കൈവശമാക്കിയിരിക്കുന്നു. മായയാൽ പിറന്ന നീ പ്രപഞ്ചത്തിലെ സർവശക്തികളുടെയും മായാശക്തിയാകട്ടെ. നിനക്ക് ഇനി മുതൽ മായാസ്വരൂപനെന്ന നാമകരണവും ഉണ്ടായിരിക്കുന്നതാണ്. ഓംകാരമാകുന്ന പ്രണവാക്ഷരവും നീ തന്നെ. തെറ്റും ശരിയും നീ തന്നെ. ഭൂതവും ഭാവിയും നീ തന്നെ. സുഖവും ദുഃഖവും നീ തന്നെ. ദിനവും രാത്രിയും നീ തന്നെ. സർവം ഗലിതം മയാബ്രഹ്മം. സർവത്തിലും മായയാകുന്ന ഈശ്വരൻ കുടികൊള്ളുന്നു. അതാണ് നീ. ഈ പ്രപഞ്ചത്തിലെ നിന്നെ കൂടാതെ ഒരു ശക്തിയും നിലനിൽക്കുന്നില്ല. രൂപമില്ലാത്തതാണ് മായ. എന്നാൽ നിന്റെ മായാസ്വരൂപം ജന്മം കൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തിന് ഹാനിയാകുന്ന
ദുഷ്ടശക്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഇപ്പോൾ നിന്റെ ഊഴം വന്നെടുത്തിരിക്കുന്നു. ജലന്ധര നിഗ്രഹം അനിവാര്യമായി വന്നിരിക്കുന്നു. സ്വാമി അപ്പോൾ പറഞ്ഞു, പിതാവേ, നമ്മൾക്കൊരു ആഗ്രഹമുണ്ട്. ഉണ്ണി അതെന്താന്നാലും മടിയാതെ പറഞ്ഞുകൊള്ളൂ. പിതാവേ, നാം സദാ അവിടത്തെ ദർശിച്ചു കൊണ്ടിരിക്കണം. കൂടാതെ സദാ അവിടത്തെ കരസ്പർശം എനിക്കേറ്റുകൊണ്ടിരിക്കണം. ഉണ്ണി, ഈ പ്രപഞ്ച സൃഷ്ടി നടന്നപ്പോൾ ആദിപരാശക്തിയോടൊപ്പം തന്നെ മായയും ജന്മമെടുത്തിരിക്കുന്നു. അതിനുശേഷമാണ് സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഉണ്ടായിട്ടുള്ളത്. രൂപമൊന്നും ഇല്ലാത്ത മായയ്ക്ക് ഇപ്പോൾ നിന്നിലൂടെയാണ് രൂപസൃഷ്ടി ഉണ്ടായത്. അതിനാൽ ഉണ്ണി, നീ എൻ്റെ തൃശൂലത്തിൽ ലയിച്ചു ചേർന്നുകൊള്ളും. ഇത് ജലന്ധര വധത്തിനൊരു നിമിത്തവും ആകും. നന്ദി, നമസ്കാരം. തുടർന്ന് നാളെ കേൾക്കുക.